ആകട്ടെ. ഓ പിന്നെ ഇപ്പൊ കൊടുത്ത തന്നെ കൊടുത്ത തന്നെ, നീ കൊടുക്കൊന്നും വേണ്ട, ഏഴാലൊരു രീതിയിൽ നിന്റെ സർവ്വതും പോകുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ ആ പള്ളിക്ക് നല്ല കാര്യത്തിനൊക്കെ സമ്പത്ത് ഉണ്ടായിട്ട് സക്കാത്തും സദക്കയും കൊടുക്കാത്തവന്റെ എങ്ങനെ പോകും? ഏഴാലൊരു രീതിയിൽ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ വേണ്ട ഇല്ലേ, നീ അങ്ങനെ സുഖിച്ചുറങ്ങണ്ട. നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പറയും, നീ അങ്ങനെ സമാധാനത്തിൽ ഉറങ്ങണ്ട. എടാ, പള്ളിക്കും നല്ല കാര്യത്തിനും പണം ഉണ്ടായിട്ട് കൊടുക്കാത്തവന് നീ അങ്ങനെ ഉറങ്ങണ്ട. ഞാനല്ല പറഞ്ഞത്, ഇത് ഉറപ്പായിട്ടും നശിക്കും. നിന്റെ സർവ്വതും പോകും ഈ ഏഴാലൊരു രീതിയിൽ. ഇന്നു മുതൽ കൊടുക്കാത്തവന്റെ നെഞ്ചു പൊളിയണം. ഉറങ്ങിയാ ഉറക്കം വരരുത്, കിടന്നാ ഉറങ്ങരുത്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുന്നവൻ, ബാങ്കിന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്നവൻ ഇന്നു മുതൽ ഉറങ്ങരുത്. ബമ്പറാണ് പലരും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എണ്ണിക്കോ, ഏഴാലൊരു രീതിയിൽ ഉറങ്ങണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുണർത്തിക്കോ. താത്താമാരൊക്കെ അലമാരി വെച്ചിരിക്കുക, മോതിരം ഒന്നും ഊരി കൊടുക്കത്തില്ല. ഇനി കോളേജിനാണെങ്കിലും പള്ളിക്കാണെങ്കിലും ചോദിച്ചാലും കൊടുക്കാതെ, സക്കാത്ത് പോലും കൊടുക്കാതെ വെച്ചിരിക്കുന്നവന്റെ കേട്ടോ ഒന്ന് റെഡിയല്ലേ? എന്നോട് ദേഷ്യം ഉണ്ടാകും, എങ്കിലും കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ നിന്റെ സമ്പാദ്യം മുഴുവനും തീർന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ല ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ നിന്റെ 5 നയാ പൈസ ഉപകാരപ്പെടൂല, അല്ലാതെ മൊത്തവും പോകും. 2, അക്രമിയായ ഭരണാധികാരി വരും, നിന്നെ കളിപ്പിച്ചിട്ട് മൊത്തം കൊണ്ടുപോകും. ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ ഓനെ കുറ്റം പറയണേ? എന്തിനാപ്പ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയണേ? എന്താ പറഞ്ഞേ? എടാ, അക്രമിയായ ഭരണാധികാരി ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ നാണം കെടുത്തിട്ട് കൊണ്ടുപോകും. ഇപ്പൊ അങ്ങോട്ട് കേറിയിട്ട് എഴുതി കൊടുക്കുക, ഇന്നാ 5 കോടി 2 കോടി 3 കോടി എവിടെ കേറിക്കെടുത്തരിക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നീ കൊടുത്തിരുന്നെങ്കിൽ പോവോ? ഇല്ല. 2, 3 നിന്റെ നഫ്സ്, നിന്റെ ശരീര ഇച്ഛ, നിന്റെ സമ്പാദ്യം നശിപ്പിച്ചു കള എന്ന് പറഞ്ഞാ പെണ്ണ് പിടിച്ചും കള്ളു കുടിച്ചും തീരും മൊത്തം. നിന്റെ ശരീരത്തിന്റെ ഇച്ഛ അനുസരിച്ച് എത്രയോ പേര് കള്ളു കുടിച്ചിട്ട് യത്തീംഖാനയിലായ എത്ര പേരുണ്ട്? മൊത്തം വിറ്റുപറക്കി കള്ളു കുടിച്ചിട്ട് തീർന്നുപോയി. എന്റെ നാട്ടിലൊരു സഹോദരൻ മുസ്ലിമാ, തൂങ്ങിച്ചത്തു. പോങ്ങനാട് ടൗണിൽ ഇഷ്ടം പോലെ കടയുണ്ടായിരുന്നു, എല്ലാം പോയി. അവസാനം മയ്യത്ത് കുഴിച്ചിടാൻ പോലും ഇല്ലാതെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കരിച്ച്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടുത്തു നോക്ക്, നിങ്ങളുടെ നാട്ടിലും കാണും. നിങ്ങളുടെ നാട്ടിൽ 3, 4 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് പറയുകയാ, 3-4 രീതിയിൽ നിന്റേത് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ട് നെഞ്ചു പൊട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നുകിൽ നിന്റെ വീട് കത്തിപ്പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. പോകുമ്പോ മൊത്തവും പോകും. തീയൊന്നും വേണ്ട, വയറിന്ന് പിടിക്കും കരണ്ട്. എല്ലാം കൂടെ ഒരൊറ്റ ദിവസം, ഒറ്റ രാത്രി കൊണ്ട് നിന്റേത് മുഴുവനും കത്തി നശിച്ചു പോകും. അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ദുരന്തം പോകും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദുരന്തം ഉണ്ടാകും, അതാപുണ്ടാകിട്ട് സർവ്വതും പോകും. വീട് വെള്ളത്തിൽ ഒലിച്ചല്ലെങ്കിൽ ഇടിഞ്ഞ് തകർന്ന് ഭൂമി കുലുങ്ങി ഉരുൾപൊട്ടി എല്ലാം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3, നീ എത്ര ക്യാമറ വെച്ചാലും, എത്ര വലിയ പൂട്ടിട്ട് പൂട്ടിയാലും കള്ളം കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. ആര് കൊണ്ടുപോകും? സാദക്കയുടെ കൂലി പോലും അള്ളാഹ് നിനക്ക് തരൂല. സാദക്കയുടെ കൂലി പോലും നിനക്ക് റബ്ബ് തരൂല. അലമാരിക്കകത്ത് പൂട്ടിയിരുന്നത് മുഴുവനും ഒന്നുമില്ല. പള്ളി പണിയാന എന്തെങ്കിലും എന്താ വളരെ ടൈറ്റാട്ടോ, എങ്കിലും ഇന്നാ ഒരു 2000 രൂപ. കള്ളം കേറിയിട്ട് പോകുമ്പോ എത്ര പോയി? 50 പവൻ പോയി. അള്ളാഹുവേ, 50 പവൻ പോയി. 5 ലക്ഷം ഉണ്ടായിരുന്നു, അതും പോയി. അപ്പൊ പോയെന്ന് പറയാനേ പറ്റൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ അള്ളാഹു തരുന്ന അടുത്ത ശിക്ഷ, അള്ളാഹ് നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും, നീ മുടിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തു വെക്കാൻ ആഗ്രഹം തരും? ബംബറാണെങ്കിൽ ഒരു കൊട്ടാരം പണിയാൻ ആഗ്രഹം തരും. നീ പണിത് എത്തിങ്ങാനയിലാകും. കണ്ടില്ലേ, പാലുകാച്ചിന്റെ തലേന്ന് മയ്യത്ത് കൊണ്ടുപോയ എത്ര വീടുണ്ട്. കയറി താമസിക്കാൻ ഒരു ദിവസം യോഗ ഇല്ലാത്ത എത്ര പേരെ കണ്ടിട്ടുണ്ട്. എടാ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാടാ, മയ്യത്തൊന്ന് കയറ്റി വെച്ചിട്ട് പോടാന്ന് പറയണം. സംഭവം ഉണ്ടായിട്ടില്ലേ? വീട് വെച്ച് മുടിഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കുന്നു. കെട്ടും ഇടിക്കും, അവസാനം ലോൺ എടുക്കും, മുടിയും, എല്ലാം പോയി എത്തിങ്ങാനയിലാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ 5, ആറാമത്തതിന്റെ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും മരുന്ന് വാങ്ങാനുള്ളതാണ്. അതിപ്പോ എല്ലാവർക്കും മനസ്സിലാകും.
അതിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാകും. ആർക്കും ഏത് നല്ല കാര്യത്തിനും കൊടുക്കാതെ നീ കൂട്ടിവച്ചിരിക്കുന്നത് മുഴുവനും അള്ളാഹു നിനക്കൊരു മാരക രോഗം തന്നിട്ട് ഈ ദുനിയാവിലിടും. മരുന്ന് വാങ്ങിയിട്ട് നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും പോകും, പിന്നെ പിരിവെടുക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതേപ്പോ വിശ്വസിക്കാൻ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതാ. 7 നിനക്ക് അള്ളാഹു നിന്നെ പെട്ടെന്ന് മരിപ്പിക്കും. ഇത്രയും കാലം ആർക്കും കൊടുക്കാതെ വെച്ചിരുന്ന നിന്നെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഈ സമ്പാദ്യം മുഴുവനും തലതിരിഞ്ഞ നിന്റെ മക്കളുടെ കൈ കൊടുക്കും. അവന്മാരാണെങ്കിൽ പൊളിച്ചു തീർക്കും. നിന്റെ കടം പോലും കിട്ടൂല. നിന്റെ കടം വീട്ടുകയോ നിനക്ക് വേണ്ടി 5 നയാ പൈസ എന്റെ വാപ്പ മരിച്ചുപോയി, വാപ്പായ്ക്ക് വേണ്ടി ഉസ്താദെ ഈ പള്ളിയുടെ ജനല് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് നിന്റെ മോൻ വരുമെന്ന് നീ കരുതണ്ട. എന്റെ ഉമ്മമാരെ, ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞു, അബൂബക്കറിന്റെ ഈമാൻ ഒരു ത്രാസിലും ലോകത്തെ സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ച എന്റെ അബൂബക്കറാണ് മുന്തി നിൽക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂബക്കർ തങ്ങളാ പറഞ്ഞത്. അബൂബക്കർ തങ്ങൾ പറയണമെങ്കിൽ മുത്തുനബി പറയാതെ പറയൂല, അല്ലാഹുവിന്റെ റസൂല് പറയാതെ പറയൂല. അതുകൊണ്ട് 7ാമത്തെ ശിക്ഷ, നിന്നെ അള്ളാഹു പെട്ടെന്ന് മരിപ്പിച്ചിട്ട് നിന്റെ മക്കളുടെ കയ്യിൽ കൊടുക്കും. അവന്മാരത് മുഴുവനും അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കളയും. ഇങ്ങനെ 7 രീതിയിൽ സക്കാത്തും സദക്കയും കൊടുക്കാത്തവന് അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ഇപ്പൊ കൊടുത്ത തന്നെ നീ കൊടുക്കൊന്നും വേണ്ട.